ഒന്ന് ബുക്ക് ചെയ്ത് മാറ്റി ആ ഡേറ്റ് പറഞ്ഞേക്കണം കേട്ടോ. അല്ല നമുക്ക് നേരത്തെ പ്ലാൻ ചെയ്യണം കേട്ടോ. ആ പാഞ്ചി കഴിച്ച പാഞ്ചി വൈക്കത്തുന്ന ഞാൻ പറഞ്ഞില്ലേ വരാൻ പറ്റില്ല. ക്ലാസ് ഉണ്ടാ സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു? സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല വിശപ്പായിരുന്നു. അപ്പം സദ്യ അതിനേക്കാളും രുചി കൂടി. ഫുള്ള് ജൈവമെന്നല്ലേ പറഞ്ഞത്? ഫുൾ ജൈവം. അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ടോ? ഭയങ്കര വ്യത്യാസമുണ്ട്. ഞങ്ങൾ ചെറുപ്പകാലഘട്ടങ്ങളിൽ കഴിക്കുന്ന പച്ചക്കറിയുടെ ടേസ്റ്റാണ്. കാരണം അതിനുശേഷം ഈ തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ വരുന്ന പച്ചക്കറികളുണ്ട്, അതിന് ഈ കെമിക്കൽ അടിച്ച് കഴിയുമ്പോൾ എല്ലാത്തിനും ഒരു രുചി ഫീൽ ചെയ്യും. ഇതങ്ങനെയല്ല, എല്ലാത്തിനും സെപ്പറേറ്റ് രുചിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. സെപ്പറേറ്റ് ടേസ്റ്റ് അറിയാൻ പറ്റും. അങ്ങനെ പച്ചക്കറികളുടെ ജൈവ പച്ചക്കറിയുടെ അത് അസീസിയുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു? കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനൊരു സദ്യ. ഇനി സമത്തിന്റെ അടുത്ത മീറ്റിംഗ് പറയാറുണ്ട്. സമത്തിന്റെ അടുത്ത മീറ്റിംഗ് നടത്താനായി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഇങ്ങനൊരു സദ്യ ഇതിവിടെ സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു? ഗംഭീരം. അത് എപ്പോഴും പറയില്ലേ, എപ്പോഴും വിശ്വാസത്തോടുകൂടി തന്നെയാണ് നമ്മൾ സദ്യ കഴിക്കുന്നത്. നമുക്കറിയാം അതിൻ്റെ ക്വാളിറ്റിയെ കുറിച്ച് അറിയാം, അതിൻ്റെ ടേസ്റ്റ് സൂപ്പർ. എങ്ങനെയുണ്ടായിരുന്നു സദ്യ? 100% നാച്ചുറൽ ഉഗ്രൻ. നമുക്ക് വീട്ടിലുള്ള പോലെ കഴിക്കും. ചോദിച്ചോ ഈ ഇലയിലെല്ലാം ഉണ്ടോ? ബാക്കിയുണ്ടോ? നോക്കട്ടെ. എല്ലാം കഴിച്ചിട്ടുണ്ടല്ലോ. എല്ലാം ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ഒരുപാടായപ്പോൾ പിന്നെ അത്രയും വേണ്ടി വന്നില്ല. ചോറ് കുത്തരി ചോറാ അല്ലേ? പഴയ കാലത്ത് നല്ല ടേസ്റ്റാണ്. പണ്ട് കാലത്തേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടുപോയി. ഇപ്പം ഇങ്ങനത്തെ ഫുഡ് കിട്ടില്ലല്ലോ. എന്തായാലും സന്തോഷം. ഹാപ്പി ദാസാറിൻ്റെ ബർത്ത്ഡേ ഇത്രയും നല്ലൊരു സദ്യയോട് കൂടി സെലിബ്രേറ്റ് ചെയ്ത് ഒരുപാട് സന്തോഷം.